ഹായ് ഹലോ നമസ്കാരം. ഇന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് നമ്മൾ കൊടുക്കാൻ പോവാണ്. അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് അവധിയായിരുന്നു, വേറൊന്നുമില്ല. അമ്മയ്ക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട് മൂക്ക് കുത്തണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇന്നത് സാധിച്ചു കൊടുക്കാൻ പോവാണ്. ഇന്നലെ ആയിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി, പക്ഷേ ഇന്നാണ് അതിന് സാധിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മേനെയും കൊണ്ടുവന്ന് മൂക്ക് കുത്തിക്കാൻ പോവുകയാണ്. ഞാൻ പോയി മൂക്കുത്തി മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആറ്റിങ്ങിനുള്ള സായി ജ്വല്ലറിയിലോട്ടാണ് വന്നത്. അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ചെറിയൊരു കമ്മലാണ് എടുത്ത. അമ്മയ്ക്ക് വെള്ളക്കല്ലുള്ളതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മൾ എടുത്ത കമ്മൽ. അമ്മ ജോലി സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അമ്മേനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് മൂക്ക് കുത്താനായിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് എന്ന്. അങ്ങനെ കമ്മലൊക്കെ എടുത്ത് നോക്കി, ഇഷ്ടമൊക്കെ പെട്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് നാളത്തെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മൂക്ക് കുത്തണമെന്നുള്ളത്. പിന്നെ അമ്മ തന്നെ അത് അടയാളപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 3 പ്രാവശ്യം ചോദിച്ചു, കൊള്ളാവോ, അടയാളപ്പെടുത്തിയ കറക്റ്റ് സ്ഥലം തന്നെയെന്നൊക്കെ ചോദിച്ച്. കുത്തി തീർന്നപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണിന്ന് പൊന്നീച്ച ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്നാലും അമ്മ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടില്ല. ആറ്റിറ്റ്യൂഡ് കിട്ടുന്ന ഒരു കളിയില്ല എന്നുള്ളൊരു മട്ടിലായിരുന്നു അമ്മ ഇരുന്നത്. കുത്തി തീർന്നപ്പോഴത്തേക്ക് അമ്മയുടെ മുഖത്ത് സന്തോഷവും കാണാമായിരുന്നു. ഫോട്ടോ എടുത്ത് അച്ഛനെ അയച്ചു കൊടുക്കാനൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ വേദന എടുക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു, ചെറുതായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ണാടിയിലൊക്കെ കാണിച്ചു കൊടുത്തു ആ മാമൻ. പക്ഷെ കെട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി വലുതായിട്ട് തോന്നി. അങ്ങനെ എന്നോട് പറഞ്ഞു ഒരു ചെറിയൊരു മൂക്കുത്തിയുടെ വേണമെന്ന്. അങ്ങനെ ഞാൻ പോയി ചെറിയൊരു ഡയമണ്ടിൻ്റെ മൂക്കുത്തി മേടിച്ച്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വന്നു. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.